5 വർഷങ്ങൾക്ക് മുന്നെയായിരുന്നു ഫാത്തിമയുടെയും അഫ്സലിൻ്റെയും വിവാഹം. ഫാത്തിമ വളരെ സൗമ്യയായ ഒരു പെൺകുട്ടി. നമസ്കാരവും ദുആയും പതിവായി ചെയ്യുന്നവൾ, വീട് നോക്കുന്നവൾ. അവളുടെ ഭർത്താവ് അഫ്സൽ ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാൾ. വളരെ സൗമ്യനായിരുന്നു, സഹായ മനസ്സുള്ളവൻ. ഒരു സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു അഫ്സൽ ജോലി ചെയ്തിരുന്നത്. അവരുടെ ജീവിതം വളരെ സാധാരണമായിരുന്നു. എന്നാലും അവർ വളരെ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ അവർക്കൊരു വിഷമം മാത്രം, കുഞ്ഞില്ലായിരുന്നു. ഒരു രാത്രി ഫാത്തിമ കിടക്കയിൽ ഇരുന്നു. കണ്ണിൽ ചെറിയൊരു നനവ്. അഫ്സൽ അവളുടെ അടുത്തിരുന്ന് ചോദിച്ചു, ഫാത്തിമ, നിനക്ക് വിഷമമാണോ? ഫാത്തിമ തല കുനിച്ചു. എല്ലാവരും ചോദിക്കും, കുഞ്ഞായില്ലേ? അമ്മായിമാരും ബന്ധുക്കളും. പക്ഷേ അത് കേൾക്കുമ്പോൾ അഫ്സൽ അവളുടെ കൈ പിടിച്ചു. നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് നാട്ടുകാരല്ല, അല്ലാഹു തന്നാൽ നമുക്ക് കുഞ്ഞുണ്ടാകാം, നമുക്ക് ശ്രമിക്കാം. ഫാത്തിമ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അഫ്സൽ, എനിക്ക് ഭയമാണ്. കുഞ്ഞില്ലാതെ ഞാൻ നിനക്കൊരു ഭാരമാകുമോ എന്ന്. അഫ്സൽ ഒന്ന് ചിരിച്ചു. എൻ്റെ പ്രാർത്ഥനയാണ് ഫാത്തിമ, ഭാരമല്ല. 5 ദിവസങ്ങൾക്ക് ശേഷം ഒരു മഴക്കാലത്ത് സന്ധ്യാസമയം അഫ്സൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു. റോഡാകെ നനഞ്ഞിരുന്നു. വണ്ടികൾ വളരെ വേഗത്തിലായിരുന്നു പോയിരുന്നത്. ഒറ്റ നിമിഷം ഒരു കാർ സ്കിഡ് ചെയ്തു. പെട്ടെന്നൊരു ശബ്ദം, പിന്നെ ഇരുട്ട്. അഫ്സൽ റോഡിൽ വീണു. നാട്ടുകാരെല്ലാം ഓടി വന്നു. ആരൊക്കെയോ ആംബുലൻസിനെ വിളിച്ചു. ആംബുലൻസ് വഴി അവൻ ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രിയിൽ അഫ്സൽ മരണത്തെ നേരിടുകയായിരുന്നു. ICUവിന് പുറത്ത് നിന്ന് ഡോക്ടർ വന്നു. സിവിയർ ആയിട്ടുള്ള ഇന്റേണൽ ഇഞ്ചുറിയാണ്, പക്ഷെ ഞങ്ങൾ ശ്രമിക്കാം. അഫ്സൽ വേദനയിൽ കിടക്കുകയാണ്. ശ്വാസം പോലും എടുക്കാനാവാത്ത അവസ്ഥ. ഫാത്തിമ ICUവിന് പുറത്തിരുന്ന് കരഞ്ഞു. ഫാത്തിമ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എൻ്റെ അഫ്സലിനെ എനിക്ക് തിരിച്ചു തരണേ. അഫ്സലിന് ചെറിയൊരു ബോധം വന്നു. അവൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ, ഞാൻ ജീവിക്കുമോ? ഡോക്ടർ അഫ്സലിനെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു. അഫ്സൽ, നീ സ്ട്രോങ് ആണ്, എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യണം. അഫ്സലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മനസ്സിൽ വന്നത് ഒരു കാര്യം മാത്രം, ഫാത്തിമ, അവൾ ഒറ്റപ്പെടും. ICUവിൽ കിടക്കുമ്പോൾ തന്നെ ഡോക്ടറെ വീണ്ടും വിളിച്ചു. ഡോക്ടർ, ഒരു കാര്യം ചെയ്യണം. ഡോക്ടർ അടുത്തേക്ക് വന്നു. അഫ്സൽ, പറയൂ. അഫ്സൽ വേദനയോടെ പറഞ്ഞു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭാര്യ എന്നിലൂടെ ഒരു അമ്മയാവണം. ഡോക്ടർ നെട്ടി. നിങ്ങൾ എന്താണ് പറയുന്നത്? അഫ്സൽ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എൻ്റെ സ്പേം, അത് പ്രിസർവേഷൻ നടത്താൻ സാധിക്കുമോ? കുറച്ച് നിമിഷം മൗനം പാലിച്ചു. പിന്നെ പറഞ്ഞു, ഇതിന് സാധ്യതയുണ്ട്, പക്ഷേ നിങ്ങൾ കൺസെൻറ്റ് നൽകണം, ലീഗൽ ഡോക്യുമെൻറ്റേഷൻ വേണം. അഫ്സൽ കണ്ണടച്ച് പറഞ്ഞു. ഡോക്ടർ, എനിക്ക് പേപ്പർ തരൂ, ഞാൻ ഒപ്പിടാം. പേപ്പേഴ്സ് കൊണ്ടുവന്നു. അഫ്സൽ ഒപ്പിടും. അവൻ ഒപ്പിടുമ്പോൾ കൈ വിറച്ചിരുന്നു. പക്ഷെ അവൻ്റെ കണ്ണിൽ ഒരു ആശ്വാസമുണ്ടായിരുന്നു. അഫ്സൽ മനസ്സിൽ പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ മരിച്ചു പോകുന്നുവെങ്കിൽ എൻ്റെ സ്നേഹം അവൾക്ക് കുഞ്ഞായി തിരിച്ചു വരണം. പിറ്റേ ദിവസം ഡോക്ടർ ICUവിൻ്റെ പുറത്തു നിന്ന് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖം നോക്കിയപ്പോൾ തന്നെ ഫാത്തിമക്ക് കാര്യം മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ. ഡോക്ടർ ഇത് പറഞ്ഞ ഉടനെ തന്നെ ഫാത്തിമ ഇക്ക എന്ന് വിളിച്ച് തല ചുറ്റി വീണു. അവളുടെ കരച്ചിൽ ആശുപത്രിയുടെ ചുമരുകൾ പോലും കുലുക്കി. അഫ്സൽ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ഫാത്തിമയ്ക്കിപ്പോഴും അഫ്സൽ വിട്ടുപിരിഞ്ഞ വേദന മാറിയിട്ടില്ല. അവൾ വെറുതെ ജീവിക്കുകയാണ്. അഫ്സലിൻ്റെ കുപ്പായം, അവൻ്റെ വാച്ച്, ഇതെല്ലാം അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഫാത്തിമ ഓരോ ദിവസവും പ്രാർത്ഥിക്കും, പടച്ചവനെ, നീ എനിക്ക് ക്ഷമ തരണമേ. ഫാത്തിമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി സാറ. അവൾ ഫാത്തിമയെ കാണാൻ ഒരു ദിവസം വന്നു. സാറ പറഞ്ഞു, ഫാത്തിമ, നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. അഫ്സൽ പോയി, പക്ഷേ നീ ജീവിക്കണം. ഫാത്തിമ കണ്ണുനീർ തുടച്ചു. സാറ അവളുടെ കൈ പിടിച്ചു. അല്ലാഹു ഒരിക്കൽ ഒരു വാതിൽ അടച്ചാൽ മറ്റൊന്ന് തുറക്കും. നിനക്ക് പ്രതീക്ഷ വേണം. ഒരു ദിവസം ഫാത്തിമയുടെ ഫോൺ റിങ് ചെയ്തു. അപ്പുറത്തുള്ള ആൾ പറഞ്ഞു, ഇത് ഫെർട്ടിലിറ്റി സെൻറ്ററിൽ നിന്നാണ്. അഫ്സൽ എന്ന പേരിൽ ഇവിടെ പ്രിസർവ്ഡ് സാമ്പിളുണ്ട്. ആനുവൽ റിന്യൂവൽ പെൻഡിംഗ് ആണ്. അത് കണ്ടിന്യൂ ചെയ്യണോ? ഫാത്തിമക്ക് ശ്വാസം മുട്ടി. പ്രിസർവ്ഡ് സാമ്പിൾ എന്താണത്? അവൾക്ക് മനസ്സിലായില്ല. അവൾ ഫോൺ വെച്ച് സാറയെ വിളിച്ചു. ഫാത്തിമയും സാറയും ആ ക്ലിനിക്കിലെത്തി. ഡോക്ടർ ഫയൽ തുറന്നു. ഡോക്ടർ പറഞ്ഞു, അഫ്സൽ ആക്സിഡൻ്റായ ശേഷം ICUവിൽ കിടക്കുമ്പോൾ തന്നെ ഇത് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അമ്മയാവണം. ഫാത്തിമ പൊട്ടിക്കരഞ്ഞു. അവൻ മരിക്കുമ്പോഴും എന്നെക്കുറിച്ചാണോ ചിന്തിച്ചത്? സാറയുടെ കണ്ണു നിറഞ്ഞു. സാറ പറഞ്ഞു, അഫ്സലിൻ്റെ അവസാനത്തെ സമ്മാനമാണ്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ലീഗലി വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാം. കൺസെൻറ്റ് ഫോം ഓൾറെഡി അഫ്സൽ സൈൻ ചെയ്തിട്ടുണ്ട്. IVF, IUI എന്നീ ഓപ്ഷനുകളുണ്ട്. ഫാത്തിമ ഒരുപാട് നേരം നിശബ്ദമായി. പിന്നെ അവൾ പറഞ്ഞു, ഡോക്ടർ, എനിക്ക് അഫ്സലിൻ്റെ കുഞ്ഞിനെ വേണം. ഫാത്തിമക്ക് ചികിത്സാ രീതികളെക്കുറിച്ച് ഡോക്ടർ വിശദമായി പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, IVF ആണ് ബെസ്റ്റ് ഓപ്ഷൻ.
IUI എന്ന ചികിത്സാ രീതിയുമുണ്ട്. അതിന് സക്സസ് ചാൻസ് കുറവാണ്. ഫാത്തിമ സമ്മതിച്ചു. സാറ എല്ലാ അപ്പോയിൻമെൻറ്റിലും ഫാത്തിമയുടെ കൂടെ ഉറ്റ സുഹൃത്തായി പോയി. ഒരു ദിവസം ഇൻജക്ഷൻ എടുത്ത ശേഷം ഫാത്തിമ പറഞ്ഞു, സാറ, എനിക്ക് വേദനയൊന്നുമില്ല. ഇതെനിക്ക് അഫ്സൽ വിട്ടിട്ട് പോയ ഓർമ്മയാണ്. സാറ ഫാത്തിമയെ ചേർത്ത് പിടിച്ചു. ഫാത്തിമ, നീ സ്ട്രോങ് ആണ്. ആഴ്ച കഴിഞ്ഞ് ഫാത്തിമക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഡോക്ടർ ഫാത്തിമയെ വിളിച്ചു. ഫാത്തിമ, പ്രഗ്നൻസി പോസിറ്റീവാണ്. നിങ്ങൾ ഗർഭിണിയാണ്. ഫാത്തിമ കണ്ണീര് കൊണ്ട് ചിരിച്ചു. ഫാത്തിമ പറഞ്ഞു, അല്ലാഹുവേ നന്ദി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. സാറയോട് ഫാത്തിമ പറഞ്ഞു. ഇത് കേട്ട് സാറ പറഞ്ഞത്, അഫ്സൽ തിരിച്ചു വന്നിരിക്കുന്നു, കുഞ്ഞായി. സാറ ചോദിച്ചു, ഇത് നിന്റെ വീട്ടുകാരോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും പറയണ്ടേ? ഫാത്തിമ പറഞ്ഞു, വേണ്ട സാറ. ഫാത്തിമ പറഞ്ഞു, ഇപ്പോൾ വേണ്ട സാറ, കുറച്ചും കൂടെ കഴിയട്ടെ. ഇപ്പോൾ കുഞ്ഞു വളർന്നു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെന്തെങ്കിലും ആവട്ടെ. ഈ കുഞ്ഞിനും കൂടി നഷ്ടപ്പെട്ടാൽ അവർക്ക് സഹിക്കാനാവില്ല, എനിക്കും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. സാറ പറഞ്ഞു. ശരി, നീ പറയുന്നത് വരെ ഞാനും ആരോടും പറയുന്നില്ല. അങ്ങനെ ഫാത്തിമയും സാറയും മാത്രം രഹസ്യമറിഞ്ഞു. അത് മറ്റാരോടും പറയാതെ അവർ രഹസ്യമായി വെച്ചു. കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. ഫാത്തിമയുടെ വയർ കുറച്ച് പുറത്തേക്ക് കാണാൻ തുടങ്ങി. ആ ഗ്രാമത്തിലാകെ സംസാരിക്കാൻ തുടങ്ങി. അഫ്സൽ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ, പിന്നെ ഇത് ആരുടെ കുഞ്ഞാ? ഒരാൾ പറഞ്ഞു, ഇവൾ ഭർത്താവിൻ്റെ പേര് കളങ്കപ്പെടുത്തുന്നു. ഫാത്തിമക്കത് കേട്ടപ്പോൾ നെഞ്ചു പൊട്ടി. അവൾ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല. അവൾ മനസ്സിൽ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാനിത് സഹിക്കും. ഒരു ദിവസം ഫാത്തിമ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അവിടെ കണ്ട സ്ത്രീകൾ ഫാത്തിമയെ കണ്ടു പറഞ്ഞു, ഇവളെന്താ ഇങ്ങനെ? ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ മറ്റൊരുത്തൻ്റെ കൂടെ താമസിക്കുകയാണോ? ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞു. അവൾ വീട്ടിലേക്ക് ഓടി. സാറ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. സാറ പിന്നാലെ ഫാത്തിമയുടെ കൂടെ പോയി. സാറ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, ഇനി നീ ഇത് ആരോടും പറയാതിരിക്കരുത്. ഇത് പറയാതിരുന്നാൽ, നീ ആരോടും പറയാതിരുന്നാൽ നിന്നെപ്പറ്റി അവർ പലതും സംസാരിക്കും. ഒരു രാത്രി അഫ്സലിൻ്റെ ഉമ്മ ഖദീജ ഫാത്തിമയെ വിളിച്ച് ചോദ്യം ചെയ്തു. ഫാത്തിമ, സത്യം പറ, നീ ആരുടെ കുഞ്ഞാണ് വഹിക്കുന്നത്? നിന്റെ വയറ്റിലുള്ളത് ആരുടെ കുഞ്ഞാണ്? നീ സത്യം പറയണം. ഫാത്തിമ വിറച്ചു പറഞ്ഞു, ഉമ്മ, ഇത് അഫ്സലിൻ്റെ കുഞ്ഞാണ്. ഖദീജ ഉച്ചത്തിൽ ചിരിച്ചു. അഫ്സൽ മരിച്ചിട്ട് 1 വർഷമായി. നീ എന്നെ പറ്റിക്കരുത്. പക്ഷെ ഫാത്തിമ എത്ര പറഞ്ഞിട്ടും ഖദീജ വിശ്വസിച്ചില്ല. അവർ ഫാത്തിമയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഫാത്തിമയെ ഖദീജ പുറത്താക്കുന്നത് നാട്ടുകാർ നോക്കി നിന്നു. ചിലർക്കത് സന്തോഷമുള്ളതായിരുന്നു. ഫാത്തിമക്ക് തൻ്റെ വീട്ടിലേക്കും പോവാൻ സാധിച്ചില്ല. കാരണം അവൾക്കറിയാമായിരുന്നു അവരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നത്. ഫാത്തിമ നേരെ സാറയുടെ വീട്ടിലെത്തി. സാറയുടെ അമ്മ ചോദിച്ചു, മോളെ, എന്താ സംഭവിച്ചത്? സാറ പറഞ്ഞു, അമ്മേ, ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട. ഇവൾക്കിപ്പോൾ വേണ്ടതൊരു വിശ്രമമാണ്, അതുപോലെ തന്നെ ഒരു അഭയവും. സാറയുടെ അമ്മ ഫാത്തിമയെ ചേർത്ത് പിടിച്ചു. മോളെ, നീ എൻ്റെ മകളാണ്. നിനക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വിശ്രമിക്കാം. ഇവിടെ നിന്ന് ആരും നിന്നോടൊന്നും ചോദിക്കില്ല. നിനക്കെപ്പോഴാണ് പറയാൻ തോന്നുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. സാറ ഫാത്തിമയെ സാറയുടെ റൂമിലേക്ക് കൊണ്ടുപോയി. സാറ ഫാത്തിമയോട് പറഞ്ഞു, ഇനി നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാൽ പറ്റില്ല. സത്യം തെളിയിക്കണം. ഫാത്തിമ ചോദിച്ചു, അതെങ്ങനെ? ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. സാറ പറഞ്ഞു, നമുക്ക് ഡോക്ടറെ കാണാം. അവർ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, പേടിക്കണ്ട ഫാത്തിമ, നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്, അതുപോലെ തന്നെ അഫ്സലിൻ്റെ കൺസെൻറ്റ് ഫോം, IVF റിപ്പോർട്ട് എല്ലാം ലീഗലി വാലിഡാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ DNA ടെസ്റ്റ് ചെയ്യാനും പറ്റും. ഫാത്തിമ കണ്ണീർ തുളച്ചു. ഫാത്തിമ പറഞ്ഞു, എനിക്ക് പേടിയുണ്ട്. ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം നിങ്ങളുടെ ഭാഗത്താണ്. ഫാത്തിമയും സാറയും സാറയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഖദീജ ഉണ്ടായിരുന്നു, കൂടെ കുറച്ചാളുകളും. ഖദീജ പറഞ്ഞു, എൻ്റെ മകൻ്റെ പേരിൽ കളങ്കം വരുത്തിയ ഈ പെണ്ണിനെ ഈ നാട്ടിൽ വെക്കരുത്. ആൾക്കൂട്ടം മെല്ലെ മെല്ലെ പിറുകാൻ തുടങ്ങി. ഫാത്തിമ നടുങ്ങി. സാറ അവളുടെ കൈ പിടിച്ചു. സാറ പറഞ്ഞു, നീ ശക്തിയായി നിൽക്ക്. ഇത് നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയാണ്. സാറ പറഞ്ഞു, ഖദീജ ഉമ്മ, ഇത് നിങ്ങളുടെ മകൻ്റെ കുട്ടി തന്നെയാണ്. ഫാത്തിമക്ക് മറ്റൊരു ബന്ധമില്ല. ഒരുപാട് സംവിധാനമുണ്ട്. അതിലൂടെയാണ് ഫാത്തിമ ഗർഭിണിയായത്. ഖദീജക്ക് അത് വിശ്വസിക്കാനായിരുന്നില്ല. ഖദീജ പറഞ്ഞു, ഞാനത് വിശ്വസിക്കില്ല. ഇത് എൻ്റെ മകൻ്റെ കുട്ടിയല്ല. എൻ്റെ മകൻ മരിച്ചിട്ട് 1 വർഷമായി. പിന്നെങ്ങനെയാണ് ആ കുട്ടി ഉണ്ടാവുക? സാറ പറഞ്ഞു, ഉമ്മ, നാളെ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകാം. ഡോക്ടർ നിങ്ങളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരും. ഖദീജ സമ്മതിച്ചു. പിറ്റേ ദിവസം അവർ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഫയൽ തുറന്നു പറഞ്ഞു, ഫാത്തിമയെ പറ്റി വിചാരിച്ചതെല്ലാം തെറ്റാണ്. വിചാരിക്കുന്ന പോലെ ഗർഭിണിയായതല്ല ഫാത്തിമ. ഇതിന് മെഡിക്കൽ പ്രൊസീജിയർ ഉണ്ട്.
ഡോക്ടർ തുടർന്നു. അഫ്സൽ ആക്സിഡന്റ് കഴിഞ്ഞ് ICUവിലായിരുന്ന സമയത്ത് അവൻ്റെ സ്പേം പ്രിസർവേഷൻ ചെയ്തതാണ്. ലീഗൽ കൺസെന്റ് ഫോമും സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് അത് രഹസ്യമാക്കി വെക്കണം എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. ഖദീജ ഉമ്മയുടെ മുഖം വിളർത്തുപോയി. എൻ്റെ മകൻ അങ്ങനെ? ഡോക്ടർ ഉറപ്പോടെ പറഞ്ഞു. അതെ, ഈ കുഞ്ഞ് അഫ്സലിൻ്റെ തന്നെയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ പേപ്പറുകളെല്ലാം നിങ്ങൾക്ക് നോക്കാം. ഡോക്ടർ ഒരു കത്ത് പുറത്തേക്കെടുത്തു. ഇത് അഫ്സലിൻ്റെ ഒരു കത്താണ്. അത് ഞാനിപ്പോൾ വായിക്കാം. ഡോക്ടർ വായിച്ചു. ഫാത്തിമ എൻ്റെ ജീവനാണ്. ഞാൻ മരിച്ചാലും അവൾ ഒറ്റപ്പെടരുത്. എൻ്റെ കുഞ്ഞിലൂടെ ഞാൻ അവളോടൊപ്പം ജീവിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും ഫാത്തിമക്ക് സങ്കടം വരാതെ എൻ്റെ കുഞ്ഞിനെ അവൾ വളർത്തി അവൾക്ക് സന്തോഷം നൽകണം. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുഞ്ഞ് അവളുടെ കണ്ണീരിന് പകരം ചിരി നൽകട്ടെ. ഇത് കേട്ട് ഖദീജ ഉമ്മ പൊട്ടിക്കരഞ്ഞു. ഖദീജ ഉമ്മ ഫാത്തിമയെ കൈപിടിച്ചു. മോളെ, എനിക്ക് ക്ഷമിക്കണം. എൻ്റെ മകൻ ഇങ്ങനെ വലിയ മനസ്സുള്ളവനാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഫാത്തിമ കരഞ്ഞു. ഉമ്മ, ഞാൻ നിങ്ങളെ വെറുത്തിട്ടില്ല. എൻ്റെ തെറ്റാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെച്ചത്. പക്ഷേ ഇതല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ലായിരുന്നു. നിങ്ങളോട് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷയേകും. പക്ഷേ കുഞ്ഞിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള ഭാഗ്യമില്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ വീണ്ടും അവസാനിക്കുമല്ലോ. അതിനാൽ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പറയാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഫാത്തിമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഖദീജ ഫാത്തിമയുടെ കണ്ണീരൊപ്പി. ഇനി നീ എൻ്റെ വീട്ടിൽ രാജ്ഞിയെ പോലെ ജീവിക്കും. എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് എൻ്റെ മകൻ്റെ കുഞ്ഞാണ്. ഇനി ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് വിശ്വാസം നിന്നെ മാത്രമാണ്. അങ്ങനെ ഫാത്തിമ ഖദീജ ഉമ്മയുടെ കൂടെ അഫ്സലിൻ്റെ വീട്ടിലേക്ക് പോയി. നാട്ടുകാരോട് ഖദീജ പറഞ്ഞു, ഒരു സ്ത്രീയെ വിധിക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ പറയുന്നത് കേൾക്കണം. എൻ്റെ ഫാത്തിമയിൽ നിന്ന് ഞാൻ ആ പാഠമാണ് പഠിച്ചത്. നിങ്ങളും ഇതുപോലെ തന്നെയാകണം. മാസങ്ങൾ കഴിഞ്ഞു. ഫാത്തിമ പ്രസവിച്ചു ഒരു കുഞ്ഞ്. അള്ളാഹുവിന് സ്തുതി. ഖദീജ ഉമ്മ പറഞ്ഞു. ലേബർ റൂമിന് മുന്നിലുണ്ടായിരുന്ന ഖദീജ ഉമ്മക്ക് നേഴ്സ് കുഞ്ഞിനെ കൈമാറി. ഖദീജ ഉമ്മ കുഞ്ഞിനെ എടുത്തു. അവളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടായിരുന്നു. ഖദീജ ഉമ്മ പറഞ്ഞു, അഫ്സൽ, നീ തിരിച്ചു വന്നു. ഒബ്സർവേഷന് ശേഷം ഫാത്തിമയെ റൂമിലേക്ക് കൊണ്ടുവന്നു. കുഞ്ഞിനെ ഫാത്തിമക്ക് കൈമാറി. ഫാത്തിമ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. ഫാത്തിമ പറഞ്ഞു, അഫ്സൽ, നീ പോയി. നമ്മൾ കാത്തിരുന്ന നമ്മുടെ കുഞ്ഞ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നീ മാത്രമില്ല. നിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്ന് എനിക്കറിയാം. സാറക്ക് സഹിക്കാനായില്ല. അവൾ ഒരു മൂലയിലിരുന്ന് കരഞ്ഞു. സാറ പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും അഫ്സലിൻ്റെ ശബ്ദം കേൾക്കുന്ന പോലെ. ഫാത്തിമ തൻ്റെ കുഞ്ഞിനെ മാറോടണച്ചു. അവൾക്കൊരിക്കലും ഈ ഒരു സംഭവം വിശ്വസിക്കാനായിരുന്നില്ല. ഞാൻ സ്വപ്നം കണ്ട തൻ്റെ അഫ്സലിക്ക സ്വപ്നം കണ്ട ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. പക്ഷെ തൻ്റെ അഫ്സലിക്ക ഇവിടെയില്ല. എൻ്റെ കണ്ണുനീരിന് പകരം ഇപ്പോൾ ഒരു സന്തോഷമുണ്ട്. എനിക്ക് ജീവിക്കാനുള്ളൊരു പ്രേരണയുണ്ട്. ഇനി ഞാൻ ജീവിക്കും. എനിക്കായി, എൻ്റെ കുഞ്ഞിനായി.